റമദാൻ കാലത്ത് ബഹ്റൈനിൽ സംഘടനകളും കൂട്ടായ്മകളും സംഘടിപ്പിക്കുന്ന നോമ്പുതുറകൾ സജീവമായി. കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ സംഘടിപ്പിച്ച ഗ്രാൻഡ് ഇഫ്താർ പ്രവാസികൾക്കിടയിലെ ഒത്തൊരുമയും ഐക്യവും പ്രകടമാകുന്ന വേദിയായി. സമയം വൈകുന്നേരം 4 മണി. സ്ഥലം ഈസ ടൗണിലെ ഇന്ത്യൻ സ്കൂൾ. സമൂഹ നോമ്പുതുറയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇഫ്താർ കേമമാക്കാൻ ചിട്ടയായ പ്രവർത്തനത്തിലാണ് സംഘാടകർ. ഇഫ്താർ കുറ്റമറ്റതാക്കാനുള്ള കൂട്ടായ പരിശ്രമങ്ങൾക്ക് ഒരേ വേഗവും താളവും. 2000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഈ ഗ്രാൻഡ് ഇഫ്താറിന്റെ ഒരുക്കങ്ങൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്നതിന്റെ സന്തോഷം അതൊന്ന് വേറെ തന്നെയാണത്. സ്ത്രീകളടക്കമുള്ള വളണ്ടിയർമാരാണ് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കുന്നത്. ഈ ഗ്രാൻഡ് ഇഫ്താറിന്റെ മുന്നൊരുക്കങ്ങൾക്ക് ഞങ്ങൾ സ്ത്രീകൾ സജീവമായി തന്നെയുണ്ട്. യുവാക്കളുടെ ഒരു വലിയ സംഘം തന്നെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നു. ഗ്രാൻഡ് ഇഫ്താറിന്റെ മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ യൂത്ത് ഇന്ത്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായ ഒരു അനുഭവമാണ്. നോമ്പുതുറയുടെ ചിട്ടവട്ടങ്ങളെല്ലാം ഒരുങ്ങിയപ്പോൾ സംഘാടകർക്ക് ആത്മസംതൃപ്തി. ഫ്രണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും നടത്തിവരുന്ന ഒരു സാധാരണ പരിപാടി എന്ന നിലക്കല്ല നമ്മൾ ഈ ഒരു മെഗാ ഇഫ്താറിനെ കാണുന്നത്. മറിച്ച് കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സാമൂഹിക പശ്ചാത്തലങ്ങളെയൊക്കെ ആഴത്തിൽ പഠിച്ചുകൊണ്ട് ഉള്ള ഒരു സാംസ്കാരിക പ്രവർത്തനം തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഇഫ്താർ സംഗമങ്ങൾ. അറബ് പണ്ഡിതരുടെയും സ്വദേശി പ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരുന്നു നോമ്പുകാലത്തിന്റെ സൗഹൃദം പങ്കിട്ട് പ്രവാസികൾക്കായി ഈ വിശാലമായ സ്നേഹസംഗമം ഒരുക്കിയത്. ചടങ്ങിൽ പ്രസിഡന്റ് ജമാൽ നദ്വി ഇരിങ്ങൽ റമദാൻ സന്ദേശം നൽകി. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളുടെ സംഗമം കൂടിയായി ഗ്രാൻഡ് ഇഫ്താർ. ക്യാമറ പേഴ്സൺ സുഫൈൽ മാടായിക്കൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.